ഇന്നത്തെ ചിരിപ്പൂരത്തിലേക്ക് സ്വാഗതം. This is East presents Comedy Nights with Suraj. വളവുണ്ടോ? ചെറുതായിട്ട് വളയുന്നുണ്ട്. തടി വളയുന്നുണ്ടോ? തടിയല്ലടാ, ദ്വാനിക്കണ പെണ്ണിനെ കണ്ട ഞാൻ അതിനെ വളച്ചോടിക്കും മോനെ, നോക്കോ. ഇതെങ്ങാനും ആശാൻ കണ്ടാണ്ടല്ലോ നിന്റെ എല്ലാണ് വന്ന് വളയ്ക്കാൻ പോണത്. ഇതൊക്കെ അതിനാരാശാന്റെ അടുത്ത് പറയാൻ ഞാൻ പറയൂല. നീ എന്തിനു പറയണത്? എടാ പണിയാൻ വന്നാ പണിയണം, അല്ലാണ്ട് കണ്ട പെണ്ണുങ്ങളെ വായ നോക്കാനല്ല നിനക്ക് ശമ്പളം തരണം, മനസ്സിലായാ? ഇന്ന് പണിയാൻ നോക്കടാ. എടാ ആണിന്റെടാ കളവന്റെ അടുത്ത് പറഞ്ഞ ആണി. ചേട്ടാ, ഓ ആണി മേടിക്കാൻ പറഞ്ഞിട്ട് മേടിച്ചോ? ഉണ്ടാ ആണി മേടിക്കാൻ പറഞ്ഞിട്ട് വാങ്ങിയോ? അയ്യോ, ആണി മേടിക്കണ കാര്യം ഞാൻ മറന്നുപോയി. അതെ, ഒരു 5-6 ആണി ഉണ്ടെങ്കിൽ കട്ടിലടിച്ചു കൂട്ടാനായിട്ട് മതിയാവുക. അത്യാവശ്യം ഒന്ന് തുടക്കം ഇടാൻ പറ്റും. എന്നാലേ ഒരു 10-15 കാണും. എടുത്തോ. ആശുപത്രി കൊണ്ടുവന്ന് ഡോക്ടർമാര് കൈയൊഴിഞ്ഞ കേസാ. അറച്ചാണിയാ എടുത്തിട്ട് ബാക്കി തന്നെ എനിക്ക് 3-4 കലണ്ടർ തൂക്കാനുള്ളതാ. കളിയാക്കണ്ടോ, ഞങ്ങളുടെ വീട്ടിൽ പേര് ആണിപ്പറമ്പെന്നാ. ഇവിടെ ചുമ്മാ അതൊന്ന് വരുതി നോക്കിയാൽ മതി, 5-6 ആണി കിട്ടും. രാവിലെ കളവ ഉണക്ക കോമഡിയും കൊണ്ട് വന്നിരിക്കുക. കോമഡി അല്ല കേട്ടോ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എന്റെ കൊച്ചുകൂടെ കല്യാണത്തിന് ഫസ്റ്റ് നൈറ്റ് കൊടുക്കേണ്ട കട്ടിലാണ് അത് ഇട്ടോണ്ടിരിക്കണോ നോക്കിയേ. എടാ, ഇന്നലെ നീയൊക്കെ പണിക്ക് വന്നായിരുന്നാ? വന്നായിരുന്നു. ഇന്നലെ നീയൊക്കെ വന്നില്ലല്ലോ. അതറിയാലോ, പിന്നെ എന്തിനു ചോദിക്കുന്നേ? അതല്ല, ഇന്നലെ വന്നായിരുന്നെങ്കിൽ ഇന്നലെ ഈ പണി തീരുകയില്ലായിരുന്നാ. അതുകൊണ്ടല്ലേ ഇന്ന് വന്നത്. ഇന്ന് തീരുവാ. ആശാൻ വന്നാലേ അറിയാൻ പറ്റും. നിന്റെ ആശാൻ എടാ ഇന്ന് കല്യാണം കഴിഞ്ഞ ഒരു പാലേക്ക് പോവാണ്. എന്റെ 2 കൊച്ചുമോക്കും കല്യാണം നടക്കാതിരിക്കായിരുന്നു, അറിയാവോ നിനക്കൊക്കെ? മൂത്തോക്കാണെങ്കിൽ ചൊവ്വാദോഷം, ഇളയോക്കാണെങ്കിൽ വന്നെ ആലോണെങ്കിൽ പിടിക്കല്ല. അങ്ങനെ ഇളയോക്ക് ഇപ്പൊ കല്യാണം ആയതാണ്, അറിയാവോ? മുത്തശ്ശ, കഞ്ഞിയായി. കഞ്ഞി ഇങ്ങോട്ട് വാ, കയ്യൊന്ന് കഴിയിട്ട് പോടാ കഞ്ഞി കുടിക്കാൻ. ഉടനെ മുണ്ടേ തുടച്ച. അല്ല ഇങ്ങോട്ട് വന്നേ. രാവിലെ ഒന്നും കഴിച്ചില്ലേ അപ്പ? അയ്യോടെ ഒന്നും കഴിക്കാതെയാണോ പണിക്ക് വന്നത്? അതെ, കഞ്ഞി നിങ്ങൾ കുടിക്കുവോ? അയ്യോ, ഒന്നുമില്ലെങ്കിൽ കഞ്ഞി കുഴപ്പമില്ല, നമ്മൾ കുടിക്കാം. അതെ, സാധാരണ കഞ്ഞി അല്ല കേട്ടോ, നല്ല കുത്തരിയുടെ കഞ്ഞിയാ. ആണോ? അത് എന്റെ കൊച്ചുമോൾ ഉണ്ടാക്കിയത്. നല്ല മാങ്ങാ ചമ്മന്തി. തേങ്ങ അരച്ച മാങ്ങാ ചമ്മന്തി അതുണ്ട് കഞ്ഞിയുടെ കൂടെ. അങ്ങനാണെങ്കിൽ ഞാൻ നാഴിയരിയുടെ കഞ്ഞി കുടിക്കും. ചമ്മന്തി മാത്രല്ലടോ, നല്ല 1-ാം തരം തൈര് മുളക് വറുത്ത ടിന്നിലിട്ട് വെച്ചേക്കാ. കരാതിരിക്കും കഴിച്ചു കഴിഞ്ഞാൽ. എന്റെ സ്പെഷ്യൽ ഉണ്ട്, കൊഴുവാ വറുത്തത്. നിങ്ങൾക്കൊന്നും ഇനി കഞ്ഞി കുടിക്കാനുണ്ടാവുമല്ലോ, മൊത്തം ഞാൻ കുടിച്ച് തീർക്കൂലേ? മൊത്തം നീ കുടിക്കണ്ട, നാഴിയരിയുടെ കഞ്ഞിയേ ഉള്ളത്, ഞാൻ കുണിച്ചോളാം. നീരുന്ന് പണിയാൻ നോക്കടാ, കഞ്ഞി കുണിക്കാൻ വന്നേക്കണം. ചേട്ടാ, കൃഷ്ണേട്ടൻ വന്നില്ലേ? ആര്? അല്ല, നിങ്ങളുടെ മൂത്താശാരി കൃഷ്ണേട്ടൻ. കൃഷ്ണേട്ടൻ വരും. വന്ന ഞാൻ അന്വേഷിച്ചു എന്ന് പറയണേ. ആ മുതുകളവനെയാണ് കൃഷ്ണേട്ടൻ വിളിക്കണേ. കൃഷ്ണൻ ചേട്ടൻ. അതെ, ആശാൻ വന്ന് തെറിയൊക്കെണ്ടെങ്കിലല്ല വേഗം പണിയാൻ നോക്ക്. എന്താണ്? എന്റെ ദൈവമേ, നിർത്തടാ. എടാ, ഞാൻ ഇന്നലെ ചിന്തയിലിട്ട് വെച്ച പലകയിലൂടെ നിങ്ങൾ എന്തിനാണ് ഇപ്പൊ ചിന്തയിലെടുത്തത്? ഇത് ചോദിച്ചിട്ട് അവൻ തന്നില്ല, ഞാൻ പിടിച്ചു വാങ്ങി. ചിന്തയിലിട്ടില്ലായിരുന്നു. അല്ല, അറിയിക്കോട്ടെ. ഇന്ന് ആദ്യരാത്രി ആഘോഷിക്കാനുള്ള കട്ടിലാണ്. അതുകൊണ്ട് ഞാൻ സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയ ഒരു പസയാണിത്. എന്താ? കൂവളത്തിന്റെ കായില്ലേ, കൂവളത്തിന്റെ കായ്ക്കകത്തൊരു കറയും പിന്നെ വേറൊരു മിശ്രം, അത് ഞാൻ പറഞ്ഞു തരില്ല, നിങ്ങൾ അത് പഠിച്ചെടുക്കും. അതുകൂടെ ചേർത്തുണ്ടാക്കിയ ഒരു പസയാണിത്, റെമിക്കോൾ. എന്ത്? റെമിക്കോൾ. ആന പിടിച്ചാൽ ഇളക്കാൻ പറ്റില്ല, ആന പിടിച്ചാൽ ഇളക്കാൻ പറ്റില്ല. ആന പിടിച്ച് നോക്കിയായിരുന്നു? ഇല്ല, ഇതുവരെ നോക്കിയിട്ടില്ല. നോക്കിയാലും ഇളക്കാൻ പറ്റില്ല. അതെ, ആശാനെ പോയ പണിയുടെ കാര്യം എന്തായി? ഓ, അത് നടക്കില്ല. അതെന്താണ്? ഓ, നമ്മുടെ ആ രായമോലാളിയുടെ വീട്ടിലല്ലേ ഞാൻ പണിക്ക് പോയത്. ഞാൻ പണിക്ക് വീട്ടിൽ ചെന്നപ്പോ ഉണ്ടല്ലോ, ഇത്രയും ഉണ്ട് ഗേറ്റ്. ഞാൻ ആ ഗേറ്റൊക്കെ തള്ളി തുറന്ന് അകത്ത് ചെന്നപ്പോ
ഇത്രയും പൊക്കമുള്ള ഒരു പട്ടി എന്നെ ആ വീടിന് 6 പ്രാവശ്യം ഇട്ട് ഓടിച്ചു. എന്നിട്ട് ഈ പട്ടി കാണാതെ ഞാൻ ആ സിറ്റ് ഔട്ടിൽ പോയി ഇങ്ങനെ പാത്തിരുന്നു. വായി കൂടെ ആണെങ്കിൽ നുരയും പതയും ഒഴുകുക. ആ പട്ടിക്ക് പേയാണ്. പട്ടിയുടെ വായി കൂടെ അല്ല, എന്റെ വായി കൂടെ ഒഴുകുന്നത്. എന്നിട്ട് അവസാനം ഈ പട്ടി എന്നെ കണ്ടുപിടിച്ചെന്ന്. എന്നെ പട്ടി പിന്നെ അവിടെ ഇട്ട് ഓടിച്ചു. എനിക്ക് എന്റെ കലിയലോടെ വന്ന് ഞാൻ വീതുള്ളി എടുത്ത് പള്ളക്ക് കാളം പൂളം ഞാൻ 5-6 പൂളങ്ങ് പൂളി. പുല്ലങ്ങ് ചത്തുപോയി. രാജമലാളി ഒന്ന് പറയാം, നീ ഇവിടെ പണിയുണ്ടായിരുന്നു. അതെന്നാ പരിപാടി പറഞ്ഞ പട്ടി ഓടിച്ചു വിട്ടാ പിന്നെ എന്താ ചെയ്യണ്ട നമ്മള്? ആ പട്ടിക്ക് കൂട് പണിയാനല്ലേ എന്നെ വിളിച്ചത്. അടിപൊളി. വന്നായിരുന്നോ? വന്നു. മുഖത്ത് നോക്കി ഞാൻ വല്ല തെറിയും പിടിച്ചു പറയും കേട്ടോ. എന്തിന്? എന്റെ കൊച്ചിന്റെ കല്യാണത്തിന് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ കട്ടിൽ കൊടുക്കേണ്ടതാണ്. ഞാൻ ഇങ്ങനെ ഇത് പണിതിട്ട് എത്ര നാളായി ഇതുമായിട്ട് നടക്കണം. ഇന്നിപ്പോ കല്യാണം കഴിഞ്ഞ് അവരിപ്പോ പാലായിക്ക് പോകും. തനിക്കറിയാലോ, മൂത്ത കൊച്ചിന് ചൊവ്വാദോഷം ഉള്ളതുകൊണ്ട് കല്യാണം നടക്കണില്ല. അതുകൊണ്ട് അവള് കല്യാണത്തിന് പോണില്ല, ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ മുഹൂർത്തത്തിന് പോയി തിരി ചോറിണ്ടിട്ട് കട്ടിലുമായിട്ട് അങ്ങോട്ട് ചെല്ലാന്നാണ് പറഞ്ഞേക്കണത്. മനസ്സിലായത് എനിക്ക്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ചൊവ്വാദോഷം കൊണ്ട് കല്യാണം നടക്കത്തില്ലെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? ഈ അന്ധവിശ്വാസങ്ങൾ ആദ്യം മാറ്റണം. എന്താ? നിങ്ങളൊരു കാര്യം എന്നെ കണ്ടു. എന്താ? എനിക്ക് എന്തുമാത്രം ദോഷങ്ങളുണ്ടെന്ന്. എനിക്ക് ഒരുപാട് പേര് ദോഷമുണ്ടെന്ന് എനിക്കറിയാം. അതല്ല, എനിക്കും ചൊവ്വാദോഷം ഉള്ളവനാണ്. ചൊവ്വാദോഷം ഉണ്ടോ? എന്റെ കല്യാണം കഴിഞ്ഞ് എനിക്ക് 2 മക്കളും ഉണ്ട്. കല്യാണം കഴിഞ്ഞ് 2 മക്കളുണ്ട്. മക്കളുണ്ട്. എന്താ എന്റെ നാള്? എന്റെ നാള് മകം. മകം പറഞ്ഞ മങ്കി. അത് പെണ്ണുങ്ങൾക്ക്, ആണുങ്ങൾക്ക് മങ്കൻ എന്നാണ്. മങ്കനാണേലും വങ്കനാണേലും ഇനി ഞാനൊരു സത്യം നിങ്ങളോട് പറയാം. എന്താണ്? ഞാനൊരു ജോത്സ്യം കൂടിയാണ്. ഈ വീടിന്റെ സ്ഥലം പേരെന്ന് പറഞ്ഞാൽ ജോത്സ്യപ്പറമ്പെന്നാണ്. നേരത്തെ പറഞ്ഞ ആണിപ്പറമ്പെന്നാണ്. ജോത്സ്യനായതുകൊണ്ട് അപ്പാപ്പ മാറ്റി പറയും. എനിക്ക് 2 അപ്പനുണ്ട്. നല്ല ഫാമിലിയിലാണ് വന്നേക്കുന്നത്. മകം ആണ് നക്ഷത്രം അല്ലേ? അതെ, മകമാണ്. സ്ത്രീ രൂപത എന്നാണ് പറയുന്നത്. സംസ്കൃതമാണ്. അതെന്താണാവോ? എന്താണാവോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തനിക്ക് 2 മംഗല്യ യോഗമാണ് കാണുന്നത്. ധൃതജാതി, അതെ, 2 മംഗല്യോഗം. അതായത് ഇനി താൻ കല്യാണം കഴിക്കുന്നത് ഒരു ചൊവ്വാദോഷക്കാരിയായിരിക്കും. അത് 2 ദിവസത്തിനുള്ളിൽ കെട്ടും. ചുമ്മാ ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ ഇപ്പോഴും ഈ കാലത്ത് ഇതൊക്കെ വിശ്വസിച്ചിട്ടിരിക്കുന്നത് ഞാൻ പറയണതല്ല, പിന്നെ ശാസ്ത്രം പറയണതാണ്, സത്യമാകും. എന്ത് ശാസ്ത്രം? അയ്യോ പിന്നെ ഞാനിപ്പോ കല്യാണ വീട്ടിൽ ഓഡിറ്റോറിയത്തിലേക്ക് പോവുക. സദ്യ കഴിച്ചിട്ട് ഞാനിങ്ങ് വരും. പറഞ്ഞ പോലെ നിങ്ങളെ കല്യാണം വിളിച്ചിട്ടില്ലല്ലോ. അല്ല, അത് കുഴപ്പമൊന്നുമില്ല. അത് ഈ തിരക്കിനിടയ്ക്ക് സ്വാഭാവികം. അതെ, 16 കൂട്ടം കറിയുണ്ട്, 5 തരം പ്രധാന പാലട ഉൾപ്പെടെ. അങ്ങനെ വേണം. അപ്പൊ വിളിക്കാത്തത് കൊണ്ട് നിങ്ങൾ ഉച്ചയ്ക്ക് അങ്ങോട്ട്. അയ്യോ, അതൊന്നും ഒരു ബുദ്ധിമുട്ടും വേണ്ട, ഞങ്ങൾ വന്നേക്കാം. ഇവിടെ ഇരുന്ന് കട്ടില് കൊണ്ടുപോകണം. വൈകിട്ട് എനിക്ക് പാലായിക്ക് കൊണ്ടുപോകാനുള്ള. മനസ്സിലായ? ചെല്ലേ. നല്ല തറവാടിയാണ്. 16 കൂട്ടം കറിയും കൂട്ടി ഒരു സദ്യ ഉണ്ടാവുന്നുള്ള തന്ത്രപരമായ നീക്കത്തെ അദ്ദേഹം വിദഗ്ധമായി ബ്ലോക്ക് ചെയ്ത് കണ്ടില്ലേ? പിന്നെ അങ്ങേര് ജോത്സ്യനാണെന്നെങ്കിലും അങ്ങേര് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ് കേട്ടോ. എന്താണ്? 2 കെട്ടും. ആര്? നിങ്ങൾ 2 കെട്ടും. നിനക്കിട്ട് എന്റെ കയ്യിൽ നിന്ന് 2 കിട്ടും. നീ ചൊവ്വാദോഷക്കാരിയെ കെട്ടുമെന്ന് പറഞ്ഞ സത്യമാണ്. ചുമ്മാ നിങ്ങൾ രാവിലെ പണിയെടുക്കാൻ സീരിയസ് ആയിട്ട് കാര്യം പറയുന്നത്. എന്ത് സീരിയസ്? എന്നെ കളിപ്പിക്കാൻ പോയിരുന്നു പണി. പണിയെടുക്കാൻ പറഞ്ഞപ്പോ കട്ടില് കൊടുക്കണ്ടേ? ഈ വീട്ടിലെ കൊച്ചിനെ അറിയോ? അത് ചൊവ്വാദോഷക്കാരിയാണ്. അതിന് ഞാനെന്ത് വേണം? 3 പ്രാവശ്യം ഇവിടെ ആശാൻ അന്വേഷിച്ചു വന്നു. ഇവിടെ ചുമ്മാ നിനക്കൊക്കെ എന്താണ്? സത്യമായിട്ട് ഞാൻ വേണം കാണിച്ചിരുന്നത്. ഞങ്ങൾ ഇവിടെ ഇരുന്ന് പണിയാണ്. ഫസ്റ്റ് ഡേ വന്നിട്ട് അവൻ കാണിക്കും. അദ്ദേഹം വന്നില്ലേ? ആര്? മറ്റേ നിങ്ങളുടെ അല്ല, വന്നില്ല. പറഞ്ഞിട്ട് അങ്ങ് പോയി. ഒരാൾ, നിങ്ങൾ 2 പേര് വന്നു, 3 പേര് വരാമെന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നില്ല. അത് തിരക്കിന് എന്താണ്? 2ാമത്തെ പ്രാവശ്യം വന്നിട്ട് നിങ്ങളുടെ ആശാരി വന്നില്ലേ ഇത്രയും നേരമായിട്ടും? അയ്യോ, വന്നില്ലല്ലോ. ആണോ? ഇതെന്താണ് ഇത്ര അത്ഭുതം? നിങ്ങൾ 2 പേരും നേരത്തെ വന്നു, കുറച്ച് സമയം കഴിഞ്ഞപ്പോ മറ്റേദ്ദേഹം വന്നില്ല. 3ാമത്തെ പ്രാവശ്യം എന്താണ്? കൃഷ്ണേട്ടൻ വന്നില്ല. ആര്? കൃഷ്ണേട്ടൻ ഇതുവരെ വന്നില്ലേ? കണ്ടതാ കേട്ടോ. നിന്റെ അടുത്ത അഭ്യാസം ഒന്നും എന്നോട് കേട്ടോ. പ്രായത്തിൽ മൂത്തവരെ ചേട്ടാ നല്ലത്, പിന്നെ എന്താ വിളിക്കുന്നത്? അത് കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങളാകട്ടെ അങ്ങനെ വിളിക്കും. ചുമ്മാരി ഞങ്ങളൊക്കെ ആണുങ്ങളാ. മാറ്റേ നമ്മക്കതൊക്കെ കാണുമ്പോ നമ്മക്കറിയാം. എന്റെ സുനീഷ് വിട്ടോ, ഇത് പണിഞ്ഞാട്ട കേട്ടാ. നീ എനിക്കിട്ട് പണിയാൻ നിക്കണ്ട കേട്ടോ. ആ ജനലിലോട്ടൊന്ന് പ്ലാൻ ചെയ്ത് നോക്കി. ഏത്? ലെഫ്റ്റ് സൈഡ് ജനലിലോട്ടൊന്ന് പ്ലാൻ ചെയ്ത് നോക്ക്. ഇവിടെ നിങ്ങൾക്ക് ഭ്രാന്താണോ? നിങ്ങൾ ഒരു വീട്ടിൽ പണിയാൻ വരുമ്പോ നിങ്ങൾ അതിനും ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്തിന്? ആ ചൊവ്വാക്കാരി ജനലിന്റെ അവിടുന്ന് നോക്കണ കണ്ട ശരിക്കും തീരെ നോക്ക് അവിടെ കണ്ടാ ചൊവ്വാദോഷക്കാരി ചീപ്പിരിപ്പുണ്ട്. ചീപ്പിരിപ്പുണ്ട്.
അപമാനിക്കാണ് എന്നെ. എന്താ ഇതിങ്ങനെ അപമാനിക്കല്ലേ ഓ ചീപ്പൊക്കെ. പറഞ്ഞ പോലെ നിനക്ക് ചീപ്പിന്റെ ആവശ്യമില്ലല്ലോ. നല്ല നല്ല- നല്ല മുടിയാ, നിന്റെ ചീപ്പുണ്ടോ? നല്ല മുടിയാ, വേണ്ട അടിപൊളിയാ. എന്നാലും സെറ്റപ്പായിട്ടിരിക്കുക. ഓക്കെ, ഇപ്പോഴും അവിടെ നിൽപ്പുണ്ടോ? അവിടെ നിന്ന് നോക്കണം. ചുമ്മാ പറ്റിക്കരുത് കേട്ടോ. ഉണ്ടെന്ന് ജനലിന്റെ അവിടെ. ഒരു ഗ്ലാസ് വെള്ളം. ഞാൻ തരാം. നിന്നോട് വെള്ളം ചോദിച്ചോ? അതോടെ വെച്ചത് ആ വെള്ളമല്ല, ഞാൻ വേറെ വെള്ളം ചോദിച്ചു. അല്ല ഇവിടെ ആരാ വെള്ളം ചോദിച്ചു? ഞാനാണ്. അയ്യോ കൃഷ്ണേട്ടനായിരുന്നു വെള്ളം ചോദിച്ചേ. അതെ, അതെ. എന്നാ കൃഷ്ണേട്ടാ. ഇനി വേറെ വല്ലതും വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ. ചോദിച്ചു കേട്ടോ. എന്നോട് മാത്രമേ ചോദിക്കാവുള്ളൂ കേട്ടോ കൃഷ്ണേട്ടാ. അത്രേ ഉള്ളൂ കേട്ടോ. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് ചോദിച്ചാ മതി ട്ടോ. നമ്മളോടൊന്നും ചോദിച്ചില്ലേ? ഞാൻ ചോദിക്കട്ടോ. ഞാനേ പോരാവേ. എടാ പോളെ, ഞാനൊരു സിഗരറ്റ് വലിച്ചിട്ട് വരാം. ആ ആയിക്കോട്ടെ. അയ്യോ തീപ്പെട്ടി. തീപ്പെട്ടി ഞാൻ തരാലോ. നിന്നോട് ചോദിച്ചോ തീപ്പെട്ടി? നിന്റെ തീപ്പെട്ടി ഉണ്ടാകും അവിടെ വെച്ചേരെ. ഒരു പെട്ടിക്കടയായിട്ട് രാവിലെ ഇങ്ങനെ ഇറങ്ങിക്കാണില്ലേ? ആവശ്യമില്ലാത്ത രക്തൊക്കെ കയറിയാണ് നമ്മള്. ഇവിടെ മതി. ഞാൻ പടക്കപ്പുറയിലേക്കാണല്ലോ പന്തും കൊണ്ട് പോണത്. കാരം പൊട്ടിത്തെറിക്കും. ആ ആണി നിർത്ത്. അതിനാണ് ഞാൻ 1 മണിക്കൂറായിട്ട് നോക്കുന്നത്. ബെസ്റ്റ്. ആ പെണ്ണ് തീ വെച്ച് കുത്തി വായില്. എന്താ സാറേ? തീരത്തെ വിരിക്കോ? ഇല്ല, ഒരു ഭയങ്കര സംഭവം നടന്നു. എന്താണ്? ഞാൻ തീപ്പെട്ടി ചോദിച്ച് അകത്തോട്ട് ചെന്നാണ്. അടുക്കളയുടെ ഭാഗത്ത് ചെന്നപ്പോ കണ്ടു കുട്ടി വെളിയിൽ നിന്ന് തുണി നനയ്ക്കുകയാണ്. അപ്പൊ ഞാൻ അവിടെ നിന്ന് ചോദിച്ചു, ഒരു ബീഡി കത്തിക്കാൻ ഒരു അല്പം തീപ്പെട്ടി തരുമോ? അപ്പൊ കുട്ടി പറയാണ്, അടുക്കളയിൽ അടുപ്പിലുണ്ട്, തീയുണ്ട്, എടുത്ത് കത്തിച്ചോളാൻ. ഞാൻ അടുപ്പിൽ നിന്ന് തീ എടുത്ത് ഇങ്ങനെ ബീഡി കത്തിച്ചോണ്ടിരിക്കുമ്പോ എന്നെ പുറകെ കൂടെ വന്ന് പിടിച്ചു. വിറകിൽ പിടിച്ചു. വിറകിൽ പിടിച്ചിട്ട് പറഞ്ഞു, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, ഇത് വലിക്കരുത്, അത് ഞാൻ ഇനി എടുക്കുവാണ്. ആ പെണ്ണ് സിഗരറ്റ് വലിക്കും. അതല്ലെന്ന്, എന്റെ ഹൃദയം അത് ഞാൻ ഇനി എടുക്കുവാ, ഞാൻ തരത്തില്ല, ഞാൻ എടുത്തൂന്ന്. അപ്പൊ ആശാൻ 2 ഘട്ടം തീരുമാനിച്ചു. പക്ഷെ കൊള്ളത്തില്ല, കൊള്ളില്ല. നല്ലതാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കൊള്ളൂലേ? അതല്ലെന്ന്, വീട്ടിൽ ഇരിക്കുന്ന എന്റെ ഭാര്യ ഉണ്ടല്ലോ, കൊള്ളില്ല, ചെമ്മീന്റെ നാട്ടമാണ്. ഇത് ഞാൻ കെട്ടും. അപ്പൊ ആശാൻ 2 കെട്ടി കഴിഞ്ഞാൽ നാട്ടുകാർ എന്ത് വിളിക്കും? എന്ത് വിളിക്കും? രണ്ടും കെട്ടവൻ. ആശാനെ നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലും കഴിച്ചോട്ടെ. ഒന്നും കഴിച്ചില്ല ഇതുവരെ? ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ ഒരു കാര്യം പറയാം, പണിയൊക്കെ ഒരു ഭാഗത്ത് കിടക്കും. ശരീരം ഉണ്ടെങ്കിലേ നാളെ ജോലിക്ക് പോകാൻ പറ്റുള്ളൂ. അതെ, ഒരു കാര്യം ചെയ്, ടൗണിൽ പോയി ബിരിയാണി കഴിച്ചിട്ട് ബീച്ചിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വന്നാൽ മതി. അതെന്തിനാ അങ്ങനെ? നമ്മളെ കറക്കാൻ വിട്ടിട്ട് പുള്ളിക്ക് ഇവിടെ കറക്കാനായിട്ട്. അയ്യോ അങ്ങനല്ല, അങ്ങനെ ഒരു ഉദ്ദേശമേ ഇല്ല. പോയി ഒന്ന് കറങ്ങിയിട്ടൊക്കെ വാ, ഒന്ന് എൻജോയ് ചെയ്യ്. എല്ലാ ദിവസവും ഇങ്ങനെ പണിയും നടന്നാണ്ടല്ലോ ജീവിതം നിങ്ങളുടെ പോയിട്ട് വരാം. എന്നെ വിളിച്ചായിരുന്നോ? ഞാൻ വിളിച്ചായിരുന്നു. എന്ത് പറ്റി കൃഷ്ണേട്ടാ? ഒന്നുമില്ല, എനിക്കൊരു ചെറിയ സഹായം വേണമായിരുന്നു. അയ്യോ ഇവിടെ 2 പണിക്കാരുണ്ടായിരുന്നു, അവരോട് പോയി. ഒരു ഉത്തരവാദിത്തമല്ല 2 പേർക്കും. രാവിലെ ചായ കുടിച്ചിട്ട് വന്നാണ്, ഇപ്പൊ പറയാ കാപ്പ് കുടിക്കണമെന്ന് പറഞ്ഞു പോയേക്കോ, വിശക്കുന്നെന്നും പറഞ്ഞു. ഈ സമയത്തോ? ഈ സമയത്ത് ചേട്ടൻ പിന്നെ പറഞ്ഞു വിടാൻ പാടില്ല. പറഞ്ഞു വിടുന്നത് എങ്ങനെയാണ്? നമ്മൾ ഇങ്ങനെ മനസാക്ഷിയുള്ള ആൾക്കാരാണ്. 2 കുടുംബങ്ങൾ പട്ടിണിയാകുമല്ലോ എന്ന് ഓർത്താണ് ഞാൻ ഇതുങ്ങളൊന്നും പറഞ്ഞു വിടാത്തത്. അത് എന്റെ കുഴപ്പമാണ്, എന്റെ കുഴപ്പമാണ്. ചേട്ടൻ ഇത്ര നല്ല മനസ്സുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. അറിയണമായിരുന്നു, ലേറ്റായി. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം? എനിക്കൊരു ചെറിയ സഹായം ചെയ്തു തരണം. അതെ, ഇത് ഒന്ന് ചിന്തയിൽ പിടിക്കാൻ എന്നെ ഒന്ന് സഹായിക്കണം. അയ്യോ എനിക്ക് അറിഞ്ഞൂടാ. അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം, ഒന്നുമില്ല, നിസ്സാര കേസേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ പിടിക്കുമ്പോ കുട്ടി ഇങ്ങനെ പിടിക്കണം. അതായത് ഞാൻ ഇങ്ങോട്ട് വലിക്കുമ്പോ ചേട്ടാ അങ്ങോട്ട് വലിക്കും. ആ ശരി, ഇത്ര ഉള്ള കേസ്. നോക്കാം. അപ്പം പിടിക്കട്ടെ. എന്താ പേര്? രാധ. രാധാ കൃഷ്ണൻ അല്ല, വെറും രാധ. അല്ല, എന്റെ പേര് കൃഷ്ണൻ എന്നാണ്. ഓ അങ്ങനെ. സംയോജിക്കുമ്പോഴുള്ള സംഭവമാണ് ഞാൻ പറഞ്ഞത്. കോലക്കുഴൽ വിളിക്കേട്ടോ രാധേ എൻ രാധേ.
പഠിച്ചല്ലോ ആ. എത്ര ഈസി ആയിട്ടാണ് അത് ഭയങ്കര simple ഇത്രയേ ഉള്ളൂ സംഭവം. ആ. പിന്നെ കുട്ടി, ആ. ഈ ചൊവ്വാദോഷമുള്ളവർക്ക് കല്യാണം കഴിക്കാൻ പാടില്ലെന്ന് ആരാണ് പറഞ്ഞത്? അതെല്ലാം ഒത്തു വരണ്ടേ ചേട്ടാ. ഛേ, അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ്. എന്നെ നോക്കൂ, ഞാൻ ചൊവ്വാദോഷമുള്ള ആളാണ്. അതെയോ? ഞാൻ കല്യാണം കഴിച്ച് 2 കുട്ടികളുമുണ്ട്. ആഹാ. അതുപോലെ തന്നെ ചൊവ്വാദോഷമുള്ള കുട്ടിക്കും കല്യാണം കഴിക്കാം. അങ്ങനെ ചൊവ്വാദോഷമുള്ള കുട്ടിയുടെ കല്യാണം നടക്കും. അതിൽ നമുക്ക് 2 കുട്ടികൾ ജനിക്കും. അത് രണ്ടും ഞാൻ റഹാക്കിലിക്കി വഹാക്കിലിക്കി എന്ന് പേര് വിടും. എന്ന് പേര് നിർത്തടോ. താൻ എന്ത് വൃത്തിയോടെ പറയണത്? അല്ല, എന്നോട് ഇഷ്ടമല്ലേ? എപ്പോ പറഞ്ഞ ഞാൻ ഇഷ്ടം തന്നോട് പറഞ്ഞോ? അല്ല, എന്നെ കൃഷ്ണേട്ടാന്ന് വിളിച്ചു. കൃഷ്ണേട്ടന്ന് വിളിച്ചാ? പിന്നെ സിഗരറ്റ് വലിക്കരുതെന്നും പറഞ്ഞു. എന്റെ ദൈവമേ, തന്റെ ഭാര്യയുടെ പേര് ജലജാന്നല്ലേ? അതെ. തന്റെ ഭാര്യയുടെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ് ഞാൻ. എന്റെ കൂട്ടുകാരുടെ ഭർത്താവല്ലേ എന്ന് കരുതി ഇത്തിരി സ്നേഹം കാണിച്ചപ്പോ കൊള്ളാലോ താൻ. ഇത്ര ചീപ്പാന്ന് ഞാൻ കരുതിയില്ല. അയ്യോ, ഞാൻ എന്താണ് ഇപ്പൊ പറഞ്ഞത്? എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. എനിക്ക് ഡ്യുവൽ പേഴ്സണാലിറ്റി ഉണ്ട്. താൻ കേരള അവരെ ദ്വന്ദ്വത്വം എനിക്കുണ്ട്. മതി മതി. എല്ലാ ഞാൻ ചില സാഹചര്യങ്ങളിൽ എന്താണെന്ന് പറയുന്നത് തന്റെ എനിക്കറിയില്ല. എല്ലാ കാര്യം തന്റെ ഭാര്യ വിളിച്ച് പറയുന്നുണ്ട്. അയ്യോ, അങ്ങനെ പറയരുത്, അത് പറയരുത്, അത് മോശമാണ്. പറയരുത് പ്ലീസ്. ദൈവമേ, ആകെ കുളമായല്ലോ. ഇതിപ്പോ അവളോട് വിളിച്ചു പറഞ്ഞാൽ ഞാൻ തെറ്റുകാരണം. അതിനു മുമ്പ് ഞാൻ വിളിച്ചു പറയാം. അതാണ് വേണ്ടത്. ഹലോ, ആ ജലജേ, നിന്റെ ഒരു കൂട്ടുകാരുടെ വീട്ടിലാടി ഇന്ന് എനിക്ക് പണി. അവക്കെന്താടി ഭ്രാന്താണോ? എന്നെ അടങ്ക കയറി പിടിച്ചേക്കോ. എനിക്ക് മമ്മൂട്ടിയുടെ ചായ ഉണ്ടെന്നും പറഞ്ഞു. ഞാനും പണിക്കാരി പിള്ളേരോട് ഇപ്പൊ ഇവിടുന്ന് രക്ഷപ്പെടാൻ പോവാണ്. അങ്ങനല്ലെന്നോ എന്റെ സ്വഭാവം. ഇനി ഞാൻ അങ്ങനല്ല പറഞ്ഞത്. അങ്ങനെ ചെയ്യരുത്. കൊച്ചുകളവിടെ വെച്ചിട്ട് പോടി. കൊച്ചുകളവിടെ വെച്ചിട്ട് പോടി. ഷോ പിണങ്ങി പോകരുത്. ചിലരെ ഞാൻ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്ക്. അയ്യോ, കഷ്ടമാണെന്ന് പറ. ഇതല്ലേ തന്റെ ഭാര്യ ജലജ? വേറെതാണ്, പക്ഷെ അവളതല്ലല്ലോ. ഇതല്ലേ ഈ ഫോട്ടോയല്ല. അയ്യോ, ഇതാണ് എന്റെ കൂട്ടുകാരി ജലജ. അപ്പൊ ഈ ജലജയുടെ ഭർത്താവല്ലേ? എന്തൊരു ദ്രോഹമാണ് നിങ്ങൾ എന്നോട് ചെയ്തത്. എന്റെ പെണ്ണുമ്പിള്ള പിണങ്ങിപ്പോയി, അറിയാവോ? അതെന്താ ചേട്ടൻ എന്തിനാണ് അവരെ വിളിച്ച് പറഞ്ഞതൊക്കെ? പിന്നെ നിങ്ങൾ വിളിച്ചു പറഞ്ഞാൽ ഞാൻ കള്ളനാകുമല്ലോ എന്ന് ഓർത്ത് ഞാൻ സത്യസന്ധമാകാൻ ശ്രമിച്ചതിപ്പോ മെനയായി. എന്തൊരു കഷ്ടമാണെന്ന് പറ. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്നാ ചെയ്യാന്ന് പറഞ്ഞ അവള് പോയ സ്ഥിതിക്ക് ഒരു പുനർചിന്തനം നടത്തിക്കൂടെ? തിളച്ച വെള്ളം കോരി മൂന്നൊക്കെ ഒഴിക്കും. കട്ടില് പണിയാ വന്ന കട്ടില് പണിഞ്ഞിട്ട് പോണം. മുത്തശ്ശ പേറ്റെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പണി തീർത്ത് വേഗം പോവാനുള്ളതിന്. വെള്ളം തിളക്കുന്നതിന് വരെ ഞാൻ ഇവിടെ നിന്ന് തന്നിട്ട് വേണ്ടേ? കൂടൽ വിളി കേട്ടോ രാധേ രാധേ. സൂക്ഷിച്ചു എന്നോ? എന്താണ്? അല്ലെ, ഓടക്കുഴലിലെല്ലാം തിളച്ച വെള്ളം വീഴും. എടാ, ഇതൊന്ന് പണിഞ്ഞു തീർന്നിട്ട് പോകാൻ നോക്ക്. എനിക്ക് മൊത്തം കുളമായി. എന്താ കാര്യം ദാസന്? പെണ്ണും പിള്ള പിണങ്ങിപ്പോയി. എന്തിന്? ഇവിടെ നടന്ന ചില കോലാഹലങ്ങളൊക്കെ അവൾ അറിഞ്ഞു. കൈവിട്ടു പോയോ? കൈവിട്ടുപോയി. ഞാൻ പോട്ടെ, എന്റെ കയ്യിൽ നിന്ന് വന്ന് തെറ്റാണ്. ഇത് തീർത്തിട്ട് എത്രയും വേഗം നമുക്ക് സ്ഥലം വിടാം. 10 മിനിറ്റ് കൊണ്ട് തീർക്കണം. 10 മിനിറ്റ് അല്ല ദാസനെ. ഒരു 2 തട്ട് ചിന്തേരിട്ട് വേണം കയറ്റാൻ കേട്ടാ. ചിന്തേരിട്ട് വേണം കയറ്റാൻ. നീ ചിന്തേരിട്ടില്ലായിരുന്നോ? കൊണ്ടുവെക്ക്. അതെ, വണ്ടി ഞാൻ റെഡിയാക്കിട്ടാ. ചെറുക്കനും പെണ്ണും പാലായിക്ക് കാറിൽ കയറി അങ്ങ് പോയി. കൊച്ചു കാറിലോട്ട് കയറിയപ്പോ എന്താണ് ചോദ്യം? മുത്തച്ഛ ആ കട്ടിലങ്ങ് എത്തില്ലേന്ന്. ഞാൻ പറഞ്ഞ ആ കട്ടിൽ ആദ്യ രാത്രി ആഘോഷിച്ചാ മതിയെന്ന്. നേർച്ചയല്ലയോ? അതെ, അങ്ങനെ കൃത്യമായിട്ട് കട്ടിൽ പണിഞ്ഞിട്ടുണ്ട്. എനിക്കറിയാം എന്താ കറക്റ്റ് സമയത്ത് ഓടി നിന്നാ പിന്നെ കട്ടിൽ വണ്ടിയിലേക്ക് കയറ്റാം. 2 തൊട്ട് 1 കൊട്ട കട്ടിൽ റെഡി. പിടിച്ചങ്ങോട്ട് കയറ്റിക്കോ. പിടിക്കടാ, പിടിക്ക്. എന്താണ് ഇത്? ഡിസൈൻ. നോക്കിയാ ഇതെന്താണ് കാണിച്ചു വെച്ചേക്കണ? ഇതെന്താണ്? അയ്യോ, കട്ടിലിന്റെ നടുക്കൊരു തെങ്ങുവളം എന്റെ അച്ഛൻ ഒന്ന് വെച്ചതാടാ. കട്ടിൽ പണിയുന്ന ഇടയ്ക്കോട്ട് തെങ്ങോടാ. വണ്ടി വിളിച്ചിട്ടേക്കാണ്. ഇടത്തേക്ക് ഒരു കാര്യം ചെയ്. എന്തോ പറയോ? എന്താ ആന പിടിച്ച ഇളകാത്ത പശ വെച്ചാ ഞാൻ ഇത് ഒട്ടിച്ച് വെച്ചേക്കുന്നത്. എന്ത് കാര്യത്തിന് ഞാൻ എന്ത് പറയുന്നത്? ഇത് എങ്ങനെയെങ്കിലും എടുക്കാൻ നോക്കണം. ഇന്റെയൊക്കെ കണ്ണി കുരു വരുന്നു. അവിടെ തെങ്ങ് നിൽക്കുന്ന കാണാൻ വയ്യ. ആശാനല്ലേ 10 മിനിറ്റ് കൊണ്ട് തീർക്കണമെന്ന് പറഞ്ഞു. നിന്നെ കൊണ്ട് എവിടെ പോയാലും ഇതെങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് പറ. ഒരു കാര്യം ഞാൻ പറയാം. കുറച്ച് വെളിച്ചെണ്ണ കിട്ടുമോ? എന്തിനാ? ഈ തെങ്ങയിലിട്ടിട്ട് വള ഊരി എടുക്കുന്ന പോലെ നമുക്ക് എടുക്കാം.
ഇതിപ്പോ ഞാനൊരു ഐഡിയ പറയാം. എന്താന്ന് വെച്ചാ പറയണോ? പല ഇന്ന് പിള്ളേരെ ഇങ്ങോട്ട് കൊണ്ടുവരിക. എന്നിട്ട് ഇതിനകത്ത് ഞാൻ പല മേടിച്ചു തരാം. ആദ്യ രാത്രി ഇവിടെ നടക്കട്ടെ. ഈ പറമ്പിൽ വെച്ചിട്ടാ? അതിനാണോ പ്രശ്നം? 3-4 സാരി ഉണ്ടെങ്കിൽ ഞാൻ സെറ്റപ്പ് ചെയ്ത് തരാം. ശരിയായല്ല. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, വൈകിട്ട് തെങ്ങ് ചെത്താൻ വരുന്നവനെ ഒരു കാരണവശാലും തെങ്ങ് കെട്ടി വിടരുത്. ആദ്യ രാത്രി വൈറലാകും. എന്താടാ എന്താ പ്രശ്നം? അല്ല, നമുക്കൊരു ഗംഭീര ഇൻട്രോഡക്ഷൻ ഒക്കെ കിട്ടി അങ്ങനെ ഡാൻസിൽ വന്ന് നിൽക്കുന്നതായിട്ട് ഞാൻ പെട്ടെന്ന് സ്വപ്നം കണ്ട്. ചേട്ടാ ഇതുപോലത്തെ ഇൻട്രൊഡക്ഷൻ. നമുക്ക് ഡാൻസും ഇല്ല പാട്ടുമില്ല, പക്ഷെ എന്നാൽ ആ സ്വപ്നം കണ്ടന്റെ ഇടയിലും ഓഡിയൻസ് ആയിട്ട് ഇവിടെ വന്നില്ലേ ഒരു ചേച്ചി ഇരുന്ന് ഉറങ്ങനടി. സത്യം, ഞാൻ അതാണ് അത്രയും ഗംഭീരമായി പോയോ നമ്മുടെ പെർഫോമൻസ്. ഓദര കൾച്ചറൽ ആൻഡ് വെൽഫെയർ സൊസൈറ്റിയുടെ മെമ്പേഴ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം വെൽക്കം ടു ദി ഷോ. ഇന്നത്തെ ഗസ്റ്റ് ആരാന്നറിയാനുള്ള വെമ്പലിലാണ് നമ്മൾ എല്ലാവരും. വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് മക്ബൂൽ സൽമാനും ശ്രീവിദ്യയും പ്രധാന കഥാപാത്രമാക്കി നവാഗതനായ സംവിധായകൻ പോളി വടക്കൻ സംവിധാനം ചെയ്ത മാഫി ഡോണ എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാൻ ഇവർ രണ്ടുപേരും മാത്രമല്ല വേറെയും താരങ്ങളൊക്കെ ഉണ്ട്. അവരെല്ലാവരെയും ഓരോരുത്തരെയായിട്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്തേ മക്ബൂൽ. നമസ്തേ ശ്രീവിദ്യ. എന്താ ഡാൻസ് കളിക്കാൻ പറഞ്ഞപ്പോ എന്താ ഒരു കൗണ്ടർ പറഞ്ഞത്? തറവാട്ടിലാരും ഡാൻസ് കളിക്കില്ല. എന്താടാ അങ്ങനെ പറഞ്ഞ? അങ്ങനെയല്ല, ഡാൻസ് ദുൽഖർ അടിപൊളിയായിട്ട് കളിക്കുമല്ലോ. അല്ല കളിക്കും, പക്ഷെ ഒരു സ്റ്റാർട്ടിംഗ് ട്രോൾ ഉണ്ട്. ഓക്കെ, മാഫി ഡോണയുടെ വിശേഷം പറയും. ഒരു ക്രൈം ത്രില്ലറാണ്. ഭയങ്കര സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അറിയാതെ നമ്മുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങൾ പറയുന്ന ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും അത് ഗംഭീരമായിട്ട്. അതിൽ മക്ബൂലിന്റെ കഥാപാത്രം എന്താണ്? വിവേക് എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക് ഡയറക്ടറിന്റെ ക്യാരക്ടറാണ്. മാഫി ഡോണ പേര് ഭയങ്കര വ്യത്യസ്തമായിട്ടുണ്ട്. നമ്മൾ ഈ മാഫി ഫുലൂസ് എന്നൊക്കെ പറയുന്നത് പോലെ അതുപോലെ അശ്വതിക്ക് എപ്പോഴും ഫിലൂസിനെ കുറിച്ച് അറിയാം. ഫിലൂസ് എന്ന് പറഞ്ഞ കാശ് എന്നാണ് അല്ലേ? അല്ല, മാഫി ഫുലൂസ് പൈസ ഇല്ല. അപ്പൊ എന്താണ് മാഫി ഡോണ എന്നെന്താ ഉദ്ദേശിച്ചത്? അത് ഡയറക്ടറോട് തന്നെ ചോദിക്കേണ്ടി വരും. മാഫി ഡോണയിലെ നായിക എനിക്ക് തോന്നുന്നു 3ാമത്തെ നായിക ചിത്രമാണ്. അല്ല, ആദ്യത്തെ നായിക ചിത്രമാണ്. ആദ്യത്തെ നായിക ചിത്രം. എന്റെ ഫസ്റ്റ് പടം ശരിക്കും ഞാനും സുരാജ് ചേട്ടനും ഒന്നിച്ച് ചെയ്ത പടമാണ്. അതേത് പടം? എന്നെ 3 വർഷം മുമ്പ് പറ്റിച്ചിട്ട് പോയതാണ്. എന്റെ ഫസ്റ്റ് പടം ശരിക്കും ഞാനും സുരാജ് ചേട്ടനും ഒന്നിച്ച് ചെയ്ത പടമാണ്. അതേത് പടം? എന്നെ 3 വർഷം മുമ്പ് പറ്റിച്ചിട്ട് പോയതാണ്.
എത്ര ക്യാമറകളുണ്ട്, കുട്ടിയെ തുറന്നു പറയോ? ബഹളം വെച്ച് വഷളാക്കുന്നതിലും നല്ലത് ആരും അറിയാതെ മൂടി വെച്ച് അവളെ അങ്ങ് പറഞ്ഞയക്കുന്നത്. എന്താണ് സംഭവിച്ചത്? അല്ല മിറ്റു ആണോ? ഞാൻ അറിഞ്ഞില്ലേ. ഞാനല്ല, എന്റെ ഗർഭം ഇങ്ങനല്ല. 3 വർഷം മുമ്പ് ക്യാമ്പസ് ഡയറി എന്നുള്ള പടത്തില് സുരാജേട്ടൻ ഗസ്റ്റ് റോൾ ചെയ്തായിരുന്നു. ഞാൻ അതിൽ സെക്കൻഡ് ലീഡ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും സുരാജേട്ടന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കായിരുന്നു. അങ്ങനെ ഞാനൊരു ദിവസം സുരാജേട്ടന്റെ അടുത്ത് വന്ന് ചോദിച്ചു, സുരാജേട്ടൻ എനിക്ക് ഫോട്ടോ എടുക്കണമെന്നോ. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ലൊക്കേഷനിൽ നിന്ന് എടുക്കാന്ന് പറഞ്ഞു. ലൊക്കേഷനിൽ വന്ന് സുരാജേട്ടന്റെ ഷോട്ട് കഴിഞ്ഞ് ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ ക്യാമറയ്ക്ക് മുമ്പിലായിരുന്നു. സുരാജേട്ടൻ എനിക്ക് ഫോട്ടോ എടുക്കണോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, കുഴപ്പമില്ലാന്ന് തോന്നി. പിന്നെ ഞാൻ കാണുന്നില്ല. കാര്യം ഞാൻ ഈ കഥാപാത്രത്തിലോട്ട് കയറി കഴിഞ്ഞിട്ട് പിന്നെ അതുമായിട്ട് അങ്ങ് ഇടിച്ചേർന്ന് മറന്നുപോയത്. അല്ല, ഞാൻ എന്റെ ലൈഫിൽ അങ്ങനെ വരുന്നതല്ല. ഒരാൾ ഫോട്ടോ എടുക്കുന്ന ഞാൻ നിർത്തി ഫോട്ടോ വിശാലായിട്ട് പിന്നെ എടുക്കാന്നായിരിക്കും ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും ശ്രീവിദ്യയുടെ ഏറ്റവും നല്ല വേർഷനാണ് ഇത്. ശ്രീവിദ്യക്ക് വേറൊരു ഒരു മുഖമുണ്ട്. അതെന്താണ് പറയുന്നതെന്നോ എന്താണ് കേൾക്കുന്നതെന്നോ നമുക്ക് മനസ്സിലാവില്ല. അത് ഈട ആടെ കാസർഗോഡുകാരിയാണ്. കാസർഗോഡ് ഭാഷയിൽ എന്തെങ്കിലും പറഞ്ഞു. ആടെ ഇട അപ്യ ഇപ്യ ആദിലെ പുതിലെ മീൻസ് ആദ്യം മുതലേ അതിലെ പുതിലെ ആദിലെ പുതിലെ ഇതൊക്കെ വെച്ചിട്ടാ ഞങ്ങള് തിരുവനന്തപുരത്തുകാര് എന്തര് എന്ന് പറയുമ്പോ കളിയാക്കുന്നത്. അതിനേക്കാളും ഒക്കെ ബെസ്റ്റ് അല്ലേ തിരുവനന്തപുരം? എന്തേ ഈ സിനിമയിലെ കഥാപാത്രത്തെ കുറിച്ച് പറയും. മാളവിക എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഭയങ്കര ഹോംലി ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. മക്ബൂൽ ചെയ്യുന്ന ക്യാരക്ടറിന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണ്. മാഫി ഡോണയുടെ കൂടുതൽ വിശേഷത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു മിമിക്രി താരം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കാണാം. എന്തായാലും നിറഞ്ഞ കൈയോടുകൂടി അദ്ദേഹത്തിന് ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാണ് അഖിൽ എസ് പരവൂർ. ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് അഖിൽ എന്താണ് ചെയ്യുന്നത്? ആദ്യം ഒരു സ്പോട്ട് ഡബ്ബിംഗ്, അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്റ്റാർസ്. ഓക്കെ. നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ്: പുകവലിയും മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരം. ഈ പടത്തിലെ കഥാപാത്രങ്ങൾക്കോ കഥയ്ക്കോ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരുമായി യാതൊരു ബന്ധവുമില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തികച്ചും യാദൃശ്ചികം. എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. നീ വളച്ചേട്ടാണ് പറസീനെ. സിൻസിയറായിട്ട് എനിക്കൊരു ആൻസർ തരണം. നീ ചോദിക്കടി. നീ ആദ്യം പോയിട്ട് എന്തെങ്കിലും തുണി കൊടുത്തേ. നാണുമില്ലാത്തവനാ. എന്റെ വീട് എന്റെ അടുക്കള, പിന്നെ ഇതൊക്കെ ന്യൂ ഫാഷനാണ്. ഫ്രീക്കേ ഫാഷനാ ഇതാ. ഒന്ന് പൊടി. ഈ സെയിം സാധനം ഫാസ്റ്റ് ഇടുമ്പോ സൂപ്പർ, ഞാൻ ഇടുമ്പോ ഊളത്തരം. നൈസ് ആണല്ലോ. ഒന്നിനെങ്കിലും അവർക്കാട്ടിന് മുടിയില്ലേടി ഇരിക്കും. ഒരു ഡിറ്റക്റ്റീവ് ഇങ്ങനെ സ്ഥലത്ത് എങ്ങനെ താമസിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ? ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് എങ്ങനെയാണ് സാർ താമസിക്കുന്നത്? സാധാരണ മനുഷ്യ പോലെ ഡിറ്റക്റ്റീവ്സ്. വലിയ വീട്, കാറ്, ലക്ഷറി ലൈഫ്, ഇതൊക്കെ ആള് ശ്രദ്ധിക്കും. അങ്ങനെ ജീവിച്ചാൽ anybody can track me, they can come to me, they can kill me. വളരെ ഓപ്പണായിട്ട് ഒരു കാര്യം പറയാം. മിമിക്രി ഒരുപാട് കേട്ടിട്ടുണ്ട്, ഒരുപാട് കണ്ടിട്ടുണ്ട്, കാണാൻ ആഗ്രഹമുള്ളൊരു സംഭവമാണ്. പക്ഷേ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഈ ആസിഫ് അലിയുടെ വോയിസ് ഇത്രയും ബിറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കേൾക്കുന്നത് താങ്കളിൽ നിന്നാണ്. അഭിനന്ദനം. ഉഗ്രനായിട്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറയില്ല. ഇനി വേറെ എന്തെങ്കിലും ഇനി കുറച്ച് സ്റ്റാർസ് പറഞ്ഞു. ആദ്യം തമിഴകത്തിന്റെ മക്കൾ സെൽവം വിജയ് സേതുപതി. விக்ரம் சார், ஒரு கதை சொல்லிட்டேன் சார். எப்பவும் பிரச்சனைன்னா பிரச்சனை பார்க்காதே, பிரச்சனைக்கான காரணம் என்னன்னு மட்டும் பார். ஒரு கதையில இவன் நல்லவன் இவன் கெட்டவன்னு சாய்ஸ் கொடுத்தா சூஸ் பண்றது ஈஸி. ஆனா இந்த கதையில 2 பேருமே கெட்டவன் தான். விக்ரம் சார், ஒரு கதை சொல்லிட்டேன் சார். സറഫുദ്ദീൻ. അത് സഫിഡ് ഐ ഡി. അതെന്താ ഐ ഡി ഇല്ലാത്ത? ഫേസ്ബുക്കിലുണ്ടോ, ഇൻസ്റ്റഗ്രാമിലുണ്ടോ, റേഷൻ കാർഡില് ലിസ്റ്റിലുണ്ടോ കുട്ടി? ഇങ്ങനെ 56 പേപ്പർ എഴുതിട്ട് ഒരു ബിടെക്കാരൻ പുറത്തേക്ക് തന്നെ. അപ്പൊ ബിടെക്കാരെ കാണുമ്പോ പുച്ഛിക്കരുത്. നീ ചായ അടിച്ചാ മതി, എന്നെ അടിക്കണ്ടാട്ടാ. കിട്ടില്ല കേട്ടോ. അഖിൽ ഇവിടെ വന്നതിലും ഇത്രയും ഗംഭീര സംഭവം എനിക്കൊക്കെ സ്ട്രൈറ്റ് ഒന്ന് കേൾക്കാനും സാധിച്ചില്ല. ഒരുപാട് സന്തോഷം, അഭിനന്ദനം. ഇനി സിനിമയിൽ വരട്ടെ, നല്ല നല്ല അവസരങ്ങൾ കിട്ടട്ടെ.
മാഫിഡോണ എന്ന സിനിമയുടെ കൂടുതൽ വിശേഷങ്ങൾ സംസാരിക്കുവാനായിട്ട് ജൂബിൽ രാജ് ആൻഡ് രമ്യ പണിക്ക. ജൂബിൽ രാജിനെ എല്ലാവർക്കും അറിയാലോ അല്ലേ? രാജൻ പി ദേവ് സാറിന്റെ മകനാണ് ജൂബിൽ രാജ്. എന്തൊക്കെയാണ് മാഫിഡോണയിലെ? മാഫിഡോണയിൽ ആദ്യമായിട്ട് പോലീസ് വേഷം ചെയ്തു. യൂണിഫോം ഇടാൻ പറ്റി. ജീവിതത്തിൽ ഭയങ്കര ആഗ്രഹമുള്ള കാര്യമായിരുന്നു ഓഫീസർ ആണോ എന്നുള്ളത്. PSC ടെസ്റ്റ് എഴുതി. അച്ഛന്റെ ആഗ്രഹം എന്തായിരുന്നു ശരിക്കും? അച്ഛന്റെ ആഗ്രഹം പോലീസ് ഓഫീസർ ആക്കണമെന്ന് തന്നെയായിരുന്നു. ശരിക്കും പോലീസ് ഓഫീസർ ആക്കണം. അതെ അതെ. അപ്പൊ എനിക്ക് പറയായിരുന്നു IPS അങ്ങനത്തെ ലക്ഷ്യങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. പക്ഷെ അന്നേരേക്കും ഞാനൊരു കോളേജൊക്കെ എത്തിയപ്പോഴേക്കും മനസ്സിലായി നമ്മളെ കൊണ്ട് ജീവിതത്തിൽ നടക്കുന്ന പരിപാടിയല്ല. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, SI ടെസ്റ്റ് എഴുതാം. സബ് ഇൻസ്പെക്ടർ ആയാലും കുഴപ്പമില്ലല്ലോ, സംഗതി യൂണിഫോമാണ്. ശരി. അങ്ങനെ ഞാൻ PSC ടെസ്റ്റ് എഴുതി, മനോഹരമായിട്ട് പൊട്ടി. കട്ട് ഓഫ് മാർക്കും എൻ്റെ മാർക്കുമായിട്ട് ഒരു ബസ് എടുത്ത് കൊണ്ട് അത്രയും ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നടന്നില്ല. അപ്പോൾ അങ്ങനെ ഓരോ പടത്തിലും വിളിക്കുമ്പോഴേക്കും ഞാൻ പറയും ചെറിയ വേഷമാണെങ്കിൽ സാരമില്ല, പോലീസ് വേഷം ഒരെണ്ണം കിട്ടിയാൽ കൊള്ളാം എന്ന് പറയും. അങ്ങനെ അത് ഇതിലിപ്പോൾ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ വേണമെങ്കിൽ ആ പോലീസ് വേഷം ചെയ്യാം എന്ന് പറഞ്ഞു. അല്ല, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഥ കേൾക്കുമ്പോൾ ആ പോലീസുകാരൻ ഞാൻ ഇപ്പോഴാണ് അത് പോയിന്റ് അങ്ങനെ ആ പോലീസ് സ്റ്റേഷൻ കിട്ടി. ഇപ്പൊ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ അതിമോഹമാണ്. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് യൂണിഫോം തയ്ച്ച് ഫസ്റ്റ് ദിവസം കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ 2 സ്റ്റാർ. ഞാൻ പറഞ്ഞു ചേട്ടാ 3 സ്റ്റാർ കൂടി കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അപ്പൊ അങ്ങനെ SI എന്നുള്ളത് മാറി CI ആയി, പ്രൊമോഷനോട് കൂടി. രമ്യ പറയ്, മാഫിഡോണയിലെ വിശേഷങ്ങളും കഥാപാത്രങ്ങളും. ലൈഫിലെ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞതിൽ എന്റെ ഫൈറ്റ് ഉണ്ട്. എന്റെ എൻട്രി സീൻ എന്റെ ഫൈറ്റ് ആണ്. ഞങ്ങൾക്കും ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. സൂപ്പർ ടൈമിംഗ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല 2 ദിവസം പ്ലാൻ ചെയ്തിട്ടാണ് ഫൈറ്റേഴ്സിനൊക്കെ വിളിച്ചത്. ഫസ്റ്റ് ദിവസം കഴിഞ്ഞപ്പോൾ ഫൈറ്റേഴ്സ് പറഞ്ഞു ഞങ്ങളില്ല, ഇത്രയും അടിയിട്ടൊരു പടം വേറെ ഇല്ല. ഇനി ഇങ്ങനെയാണെങ്കിൽ യൂണിയനിൽ പരാതി കൊടുക്കുന്നു. ഇന്ന് അതിഥിയായിട്ട് എത്താൻ പോകുന്നത് അനന്യ എന്ന കൊച്ചു മിടുക്കിയാണ്. സ്നേഹത്തോടെ പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് നമുക്ക് ഈ വേദിയിലേക്ക് അനന്യയെ സ്വാഗതം ചെയ്യാം. സോഷ്യൽ മീഡിയയിലൊക്കെ അനന്യയുടെ നിറഞ്ഞു നിൽക്കുന്ന മിടുക്കിയാണ്. അപ്പൊ അനന്യയുടെ ഒരു പാട്ട് നമുക്ക് നേരിട്ട് കേൾക്കണ്ടേ? കൊണ്ടു നിന്നു കുയിലേ കുയിലേ കുഞ്ഞിക്കുയിലേ കണ്ടു കണ്ടു കൊതി കൊണ്ടു നിന്നു കുയിലേ കുയിലേ കുഞ്ഞിക്കുയിലേ മഞ്ഞുപോലെ മഴ പെയ്തു നിന്നെ ഉണർത്താം ഞാൻ ഉണർത്താം കണി കണ്ടു കണ്ടു കൊതി കണ്ടു നിന്നു കുയിലേ. സൂപ്പർ അനന്യ, സൂപ്പർ, അടിപൊളിയായിട്ട് കേട്ടോ. അനന്യയുടെ പാട്ട് കേട്ടിട്ടാ സന്തോഷായോ? പാട്ട് ഇപ്പൊ 1 വർഷമായിട്ട് പഠിക്കുന്നു. അല്ലാതെ പാട്ടൊക്കെ പഠിച്ചത് മോള് തനിയെ യൂട്യൂബിൽ ഡൗൺലോഡ് ചെയ്തെടുത്ത് പഠിക്കുകയാണ് ചെയ്യുന്നത്. സ്വന്തമായിട്ട് ഡൗൺലോഡ് ചെയ്യും. ഇനി അടുത്ത അനന്യയുടെ കീബോർഡും കൂടെ ഒന്ന് കേട്ടാലോ?
നാണം വന്നോ? കീബോർഡ് മോള് പഠിച്ചിട്ടുണ്ടോ? കീബോർഡ് തനിയെ പഠിച്ചെടുത്താണ് അവള്. അതായത് ടാബില് ഒരു പിയാനോയുടെ ആപ്പ് ഉണ്ടായിരുന്നു, പിയാനോയുടെ ആപ്പ്. അതിൽ ട്വിങ്കിൾ ട്വിങ്കിളിന്റെ അതുപോലെയുള്ള നഴ്സറി റൈംസിന്റെ പാട്ടൊക്കെ ഇങ്ങനെ കീയിൽ വന്ന് വീഴുമ്പോൾ അതായത് പ്രത്യേക സൗണ്ട്. അപ്പൊ അത് മനസ്സിലാക്കി അവളെടുത്തു. ഓരോ കീ ഓരോ സ്ഥലത്ത് ഓരോ സ്റ്റാർ വന്ന് വീഴുമ്പോൾ ഇന്ന സൗണ്ട് ഉണ്ടാവുമെന്ന് അവൾക്ക് മനസ്സിലായി. അങ്ങനെ അവള് തന്നെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് അതിൽ പ്ലേ ചെയ്ത് തുടങ്ങി. ഞങ്ങൾ ആദ്യമായിട്ട് അത്ഭുതപ്പെടുത്തിയതാണ്. അപ്പൊ തന്നെ വൈകിയില്ല, ഞാൻ പോയി ഉടനെ കീബോർഡ് വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു. ഏത് പാട്ടും 2 തവണ കേട്ടാൽ അവൾ കീബോർഡിൽ പ്ലേ ചെയ്യും അല്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അതാണ് അനന്യ ചെയ്യുന്നത്, അത് മ്യൂസിക് ആണ്. അപ്പൊ നമുക്ക് അതിനെ പ്രോത്സാഹിപ്പിക്കാന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. തീർച്ചയായിട്ടും. ഇനി അനന്യ ഇതുപോലെ പാടുക, മ്യൂസിക്, ഇതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ തീർച്ചയായിട്ടും മോൾക്ക് ഒരുപാട് വേദികളിൽ എത്താൻ സാധിക്കട്ടെ എന്ന് അങ്ങേയറ്റം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ മാതാപിതാക്കൾക്ക് ഞങ്ങളുടെ കോമഡി നൈറ്റ്സിന്റെ ബിഗ് സല്യൂട്ട്. ഞങ്ങളുടെ ചെറിയ ഒരു ഉപഹാരം. എന്താടാ ഇവരറിയാം, തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന കുട്ടി കുറുമ്പുകളാ. കുസൃതി ചോദ്യം. അല്ല വേറൊന്നുമില്ല, ചോദിക്കണം. ചോദിക്കണം. നിന്റെ അമ്മാവൻ തന്ന ക്വസ്റ്റ്യൻ ആണിത്. ഇത് ഗസ്റ്റുകളോട് ചോദിക്കണം. എന്തിനാടാ? അല്ല വേറൊന്നുമില്ല, അമ്മാവന് അവിടെ ഒരു പരിപാടി ഉണ്ട്. ആ പരിപാടിക്ക് കുറച്ച് കുസൃതി ചോദ്യങ്ങൾ വേണം പറഞ്ഞു. ഇത് അങ്ങോട്ട് ഇവിടുന്ന് ജയിച്ച അവിടേക്ക് ഇങ്ങോട്ട് കൊടുക്കാലോ, അവിടെ അങ്ങോട്ട് പറയാലോ. ഓ, ഇവിടെ ചെയ്ത് അത് കറക്റ്റ് നല്ല കയ്യടിയൊക്കെ കിട്ടണമെങ്കിൽ ഇതെടുത്ത് അവിടെ അടിക്കാൻ വേണ്ടിട്ട് അല്ലേ? ഓക്കേ, എന്നാ പിന്നെ ചോദിച്ചോ. ഈ മണ്ടത്തരങ്ങളൊക്കെ ഞാൻ ചോദിക്കുന്നതിന് എനിക്ക് ഓസ്കാറെങ്കിലും തരേണ്ടതാണ്. എന്നാലും അവന്റെ അമ്മാവന്റെ ഒരു ആഗ്രഹമല്ലേ, നമുക്ക് സാധിച്ചു കൊടുക്കാം. അമ്മാവന്മാര് പറഞ്ഞാൽ ചെയ്യണോന്നാ? അതെ, അമ്മാവന്മാര് പറഞ്ഞാൽ ചെയ്യണം. വെള്ളമില്ലാത്ത കടൽ കാണുന്നത് എവിടെയാ? പറയൂ. കാസർഗോഡ്. ഞങ്ങളുടെ നാട്ടിലല്ല. പറയൂ കാസർഗോഡ്. ഞങ്ങളുടെ നാട്ടിലല്ല. ഇന്ന് ഞാൻ ഒരു സത്യം പറയട്ടെ, ഇവന്റെ അമ്മാവനെ എഴുതുന്ന ചോദ്യമാണേ. വേൾഡ് മാപ്പിലാണുള്ളത് വെള്ളമില്ലാത്ത കടൽ. ഞാൻ രക്ഷപ്പെട്ടു. ഞാനാ തോൽവി. ശരി, രണ്ടാമത്തെ ചോദ്യം. ഡോക്ടർ ഈ കാര്യം പറഞ്ഞാൽ നമുക്ക് സന്തോഷം, പക്ഷെ റേഷൻ കടക്കാരൻ ഈ കാര്യം പറഞ്ഞാൽ നമുക്ക് സങ്കടമാണ്, അല്ലെങ്കിൽ ദേഷ്യം വരും. ഷുഗർ. ഷുഗർ ഇല്ലാത്ത ഡോക്ടർ പറഞ്ഞാൽ സന്തോഷം, റേഷൻ കടക്കാരൻ പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കൂല. ഓക്കെ. അമ്മയുടെ പേര് 52, മകളുടെ പേര് 42, മകന്റെ പേര് 32. അങ്ങനെയാണെങ്കിൽ അച്ഛന്റെ പേരെന്താ? മക്കളുടെ പേര് അവസാനം 2 എന്നല്ലേ? അത് അച്ഛന്റെ പേരായിരിക്കുമല്ലോ ഇടുന്നത് എപ്പോഴും. ഞാനും പറഞ്ഞതാ. അലാമിന്റെ ശബ്ദം കേട്ട് ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ആൾ ആരായിരിക്കും? ഈ അലാം അടിക്കുന്ന ശബ്ദം കേട്ടിട്ട് ഏറ്റവും എന്തിന് രാവിലെ എണീക്കണ്ടേ? കാസർഗോഡിന്റെ അഡ്രസ്സും കൂടെ പറ. അലാമിന്റെ ശബ്ദം കേട്ട് ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ആൾ ആരായിരിക്കും? ഇത് കണ്ടുപിടിച്ചാലായിരിക്കും. റൈറ്റ് ആൻസർ. അവസാനം നീ എങ്ങും പോയിട്ടില്ല. എന്താടാ? അയ്യോ നമസ്കാരം. എടാ നീയേ ഒരു സാധനം എടുക്കാൻ പറഞ്ഞു. എന്ത്? നിന്റെ അമ്മാവനെ എന്തോ തന്നുവിട്ടില്ലേ? അതിന്റെ കൂട്ടത്തിൽ ഒരു ലെറ്ററും തന്നു. അതല്ല, ഒരു ലെറ്റർ തന്നായിരുന്നു. എന്ത് ലെറ്റർ? നീ അത് ശ്രദ്ധിച്ചില്ലേ? ലെറ്റർ എവിടെ? ഞാൻ തരാം. നിന്റെ ഉണ്ടോ? നീ അത് അടിച്ചു മാറ്റി വെച്ചു. എങ്ങോട്ട് എടുക്ക്? അല്ല ചേട്ടാ, ഓർമ്മിപ്പിക്കാൻ വന്ന ആള് മറന്നുപോയി. മാറിയേക്ക്. കിട്ടി. ഇത് അശ്വതി ചേച്ചിക്ക് വേണ്ടിയുള്ള. ഞാൻ എടുത്ത് വായിച്ചോളാം. എന്താണ് ലെറ്റർ വേറൊരാൾ
വായിക്കാൻ പറ്റില്ലെങ്കിൽ തന്നെ ഞാൻ നോക്കാം. പക്ഷെ ഇത് ഒട്ടിച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ വായിച്ചു കൊടുക്കും അല്ലേ? ഇല്ല, ഉറക്കം വായിക്കണമെന്നില്ല. ഓക്കെ. പ്രിയപ്പെട്ട അശ്വതി, അവിടെ സുഖം എന്ന് കരുതുന്നു. ഇവിടെ സുഖം തന്നെ. സന്തോഷം. പരിപാടിയൊക്കെ വളരെ നന്നാവാറുണ്ട്. നാട്ടിലെ കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട്? നന്നായിരിക്കും. ഈ ചോദ്യങ്ങൾ കൊടുത്തു വിട്ടത് ഞാനാണ്. താങ്ക് യു. ഒരു ഉളുപ്പുമില്ലാതെ അതെടുത്ത് വായിച്ചിരിക്കുന്നു. ഇനിയെങ്കിലും നിർത്താറായില്ലേ കുട്ടികളോടുള്ള ഈ കൂതറ കളി എന്ന് സ്നേഹപൂർവ്വം പപ്പുവിന്റെ ബോംബെ അമ്മാവൻ. എന്റെ അമ്മാവൻ ബോംബെ നാട്ടിൽ വരുമല്ലോ, അപ്പൊ എനിക്കിത് കാണണമെന്ന് പറഞ്ഞാ പിടിക്കേ. എന്തായാലും നമ്മുടെ ഈ ചോദ്യങ്ങൾ അഭിമുഖീകരിച്ച് ഏറ്റവും അധികം ഉത്തരം പറഞ്ഞ ജുബിൽ രാജിന് ഒരു സമ്മാനം. നല്ല കടുപ്പത്തിലൊരു ചായ ഇട്ട് അങ്ങോട്ട് കുടിച്ചോളൂ. ഈസ്റ്റ് തരുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ ആണ്. അയ്യോ, ഈസ്റ്റ് തരുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ ആണ് സമ്മാനം. അമ്മേ, കാവിലെ പാട്ട് മത്സരം കഴിഞ്ഞ കടുപ്പത്തിലൊരു ചായ. ഇനി നമുക്ക് ഇതിന്റെ തിരക്കഥാകൃത്തും സംവിധായകനുമായ പോളി വടക്കനെ ഈ വേദിയിലേക്ക് ഹർഷാരവത്തോടു കൂടി സ്വാഗതം ചെയ്യും. MIT മ്യൂസിയത്തിലൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളാണ് അപ്പൊ പോളി വടക്കൻ. മാഫി ഡോണയുടെ വിശേഷം. മാഫി ഡോണ എന്ന് പറഞ്ഞ ഒരു ഈജിപ്ഷ്യൻ പേരാണ്. തെരുവീതി എന്നാണ് അതിന്റെ മീനിങ്. അതായത് ഈ സബ്ജക്ട് വരാൻ തന്നെ ഒരു കാരണമുണ്ട്. 2017 ചേർത്തല ബൈപ്പാസിൽ വെച്ച് എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. ചേർത്തല ബൈപ്പാസിൽ വെച്ച് ഒരു ലോറി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ വട്ടം ചാടി അതിന്റെ തൊട്ട് പുറയിലായിരുന്നു ഞാൻ. പെട്ടെന്ന് വെട്ടിച്ചപ്പോൾ ഒരു മരത്തിൽ പോയിട്ട് ഇടിച്ചു. പോലീസ് എത്തിയാണ് ഉടനെ തന്നെ ഡോറ് ബ്രേക്ക് ചെയ്ത് എടുത്ത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നു. പക്ഷേ അവിടെ നടന്ന സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവിടെ നിന്ന ഒരു സ്റ്റാഫാണ്, എനിക്ക് തോന്നുന്നു അഡ്മിനിസ്ട്രേഷനിൽ ഉണ്ടായിരുന്നൊരു സ്റ്റാഫാണ്. അദ്ദേഹം പറയുന്ന ആരായാലും ഇത് നമ്മൾ ധർമാസ്പത്രി ഒന്നുമല്ല, അതുകൊണ്ട് പേയ്മെൻറ്റ് അടച്ചതിന് ശേഷം ട്രീറ്റ്മെൻറ്റ് നടത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ കാഷ്വാലിറ്റിക്കകത്ത് ഞാൻ കോൺഷ്യസ് ആയിട്ട് ഇത്രയും പെയിൻഫുള്ളായിട്ട് ഞാൻ 2.5 hours ഞാൻ അവിടെ തന്നെ കിടക്കുന്നു. അങ്ങനെയാണ് ഇവിടെ ഓരോ മരണങ്ങളും സംഭവിക്കുന്നത്. ഒരു വിലയില്ല. ഇപ്പൊ എനിക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. അതിൽ ചെറിയൊരു അംശമെങ്കിലും പ്രേക്ഷകരിലേക്ക് എത്തിച്ചേ പറ്റൂ. രണ്ടാമതൊരു ജന്മമാണ്. അപ്പൊ എന്തായാലും പുനർജന്മത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും. ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ എന്ന് അങ്ങേയറ്റം പ്രാർത്ഥിക്കുന്നു. ഇതിലും കൂടുതൽ ചിരിയോടെ, സന്തോഷത്തോടെ, എനർജിയോടെ അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഞങ്ങൾ വിട പറയുന്നു. ഗുഡ് ബൈ.